ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എക്സ്പ്ലോറിങ് ലണ്ടൻ സിറ്റി ഡേ 2 ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് ലണ്ടൻ ടവർ ബ്രിഡ്ജാണ്. അപ്പോൾ ഈ ടവർ ബ്രിഡ്ജ് കാണാനായിട്ട് പോണ്ട ബസ്സിൽ കയറി ഞങ്ങൾ ഇറങ്ങി. ഇതാ കാണുന്നതാണ് ടവർ ബ്രിഡ്ജ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വരണം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ ഇന്നലെ ലൈറ്റ്സൊക്കെ കണ്ട് റൂമിൽ വന്ന് കിടന്നപ്പോൾ ഒരു സമയമായി. അതുകൊണ്ട് ഇപ്പോൾ ഉച്ചയായപ്പോഴാണ് ഞങ്ങളിതെല്ലാം കാണാൻ ഇറങ്ങുന്നത്. ഇതാണ് ഇവിടുത്തെ ഫുൾ വ്യൂ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇനി ദൂരത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ദൂരത്തേക്ക് പോയി നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്ന് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത്യാവശ്യം ക്ലൈമറ്റൊക്കെ ഓക്കെ ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും കണ്ട് തീർക്കാൻ പറ്റുന്ന മാക്സിമം കണ്ട് തീർക്കണം, ആ ഒരു ഉദ്ദേശത്തിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം കണ്ടത് ടവർ ബ്രിഡ്ജാണ്. ഇന്നലെ പോയ ലണ്ടൻ ബ്രിഡ്ജും ലണ്ടൻ ഐയും ഒക്കെ ഏകദേശം എല്ലാം ഒരേ ലൊക്കേഷനാണ്. പക്ഷേ ട്രാൻസ്പോർട്ട് ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു, അറിയാൻ പാടില്ലാത്ത സ്ഥലം ആയതുകൊണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരേക്ക് മാറി നടക്കുകയാണ്. അതിനുശേഷം ഇത് കഴിഞ്ഞിട്ട് ഇനി ബക്കിംഗ്ഹാം പാലസ് കാണാൻ പോകണം. പിന്നെ 1-2 സ്ഥലങ്ങളും കൂടെ ലിസ്റ്റിലുണ്ട്. പറ്റുവാണെങ്കിൽ ഇന്ന് കാണും, അല്ലെന്നുണ്ടെങ്കിൽ അത് നാളെ കാണുള്ളൂ. അപ്പോൾ ഇതാണ് ഫുൾ വ്യൂ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ. ഞങ്ങൾ കുറേ ദൂരം ഏകദേശം നടന്നു. ഇവിടെ ഒരുപാട് ഷോപ്പുകളും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്നൊരു സ്ഥലമാണിത്. ഞങ്ങളുടെ വെയിൽസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം രാത്രിയും രാവിലെയും ഒക്കെ ഭയങ്കര ബിസിയാണ് ഈ പ്ലേസസ്. പക്ഷെ അതുപോലെ തന്നെ നല്ല ഭംഗിയുമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണാം. അപ്പോൾ ടവർ ബ്രിഡ്ജൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ബക്കിംഗ്ഹാം പാലസാണ് ഇനി ലിസ്റ്റിലുള്ള അടുത്ത സ്ഥലം. അതിന് വേണ്ടിയിട്ട് ട്രെയിൻ കയറാനായിട്ട് മെട്രോയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. പക്ഷേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ പാലസിൻ്റെ എൻട്രൻസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് നോക്കി നടക്കുകയാണ്. പോണ വഴി കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ പാലസിൻ്റെ എൻട്രൻസ് കാണാൻ പറ്റി. പക്ഷെ എന്നാലും കുറച്ചുകൂടെ നടക്കണം, എന്നാലേ ഗേറ്റൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അപ്പം ഞങ്ങൾ പാലസ് ലക്ഷ്യമാക്കി നടക്കുവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി പാലസ് ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ പാലസിൻ്റെ വാതിക്കലെത്തി. അപ്പോൾ ഇതാണ് ബക്കിംഗ്ഹാം പാലസ്. ലണ്ടനിൽ വരുന്ന എല്ലാവരും മിസ് ചെയ്യാതെ വരുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ എന്തായാലും പോകണം എന്ന് വിചാരിച്ച് തന്നെ വന്നതാണ്. അപ്പോൾ ഇതാണ് പാലസിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെയാണിത്.
ഇവിടെ ഈ ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, കാരണം ഗേറ്റ് കഴിഞ്ഞിട്ട് ആരും അകത്തേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടില്ല. ഇനി സാറ്റർഡേ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണോ എന്നും അറിയില്ല. ഞങ്ങൾ പുറത്തെ വ്യൂ ഒക്കെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പാലസിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു. ഇനി അതിന് ശേഷം വേണം ഇനി ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കഴിയുകയാണെങ്കിൽ ഇരുട്ടാവും. അപ്പോൾ അതിന് മുന്നേ ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടെ കണ്ടു തീർക്കണം. അങ്ങനെ പാലസൊക്കെ ഏകദേശം കണ്ടു തീർത്തു. ഇപ്പം ഉച്ചയും കൂടെ കഴിഞ്ഞതുകൊണ്ട് നല്ല വിശപ്പാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. പിന്നെ ഇതെല്ലാം അവിടുത്തെ ചുറ്റുമുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് ബേർഡ്സും അണ്ണാനും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ചുമ്മാ നമ്മുടെ അടുത്തൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിലെടുത്തു. പിന്നെ കുറച്ച് ദൂരം കൂടെ നടന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ ലണ്ടൻ സിറ്റിയുടെ അവിടെ എത്തും. പക്ഷേ ട്രെയിൻ കയറി ലണ്ടൻ ഐയുടെ അവിടെ നിന്ന് ട്രെയിൻ കയറി വന്ന് ഞങ്ങൾ എങ്ങനെ നടന്ന് വീണ്ടും ലണ്ടൻ ഐയുടെ അവിടെ എത്തിയെന്ന് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഇത് പാലസിൻ്റെ ബാക്ക് സൈഡാണ്. അങ്ങനെ കുറേ നേരത്തെ നടപ്പിന് ശേഷം ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി. അപ്പോൾ ഇത് ആക്ച്വലി ലണ്ടൻ ഐയുടെ ആ ലൊക്കേഷൻ തന്നെയാണ്. നമുക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ അറിയാം, നമുക്ക് ദൂരത്തുനിന്ന് ലണ്ടൻ ഐ കാണാം. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഇവിടെ എത്തി. ഇനി ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി ഏകദേശം. അതുകൊണ്ട് ഞങ്ങൾ ഇനി വേറെ സ്ഥലത്തേക്കെങ്ങും പോവില്ലായിരിക്കും. വീണ്ടും ലണ്ടൻ ഐയുടെ പ്ലേസിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഡേ 1 നിന്ന സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു നല്ല വ്യൂ ആയിരുന്നു. ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് കാണുന്ന ഷോപ്പിലൊക്കെ കയറി. ഇത് കീ ചെയിൻ്റെയും അതുപോലെ തന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടുന്ന് ഞാനൊരു ഫ്രിഡ്ജ് മാഗ്നറ്റും 2 പേനയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. നമ്മുടെ ഫോട്ടോസ് ഇവർ തന്നെ എടുത്തിട്ട് നമ്മൾ ലണ്ടനിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു പേപ്പർ കട്ടിങ് തരും. ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ആണ്. അപ്പോൾ അതും ഞാൻ ചെയ്തു. ഇനിതാ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ സ്ഥലങ്ങളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.